ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസപ്രകാരം വ്രതങ്ങൾ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമാണ്. ഒരു വ്യക്തിയുടെ മനസ്സ് ദുർചിന്തകൾക്ക് അടിമപ്പെടാതെ സദ്മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ വേണ്ടി മനസ്സിനെയും വാക്കിനെയും പ്രവൃത്തിയെയും ശരീരത്തെയും ക്രമപ്പെടുത്തി ദൈവത്തെ ആരാധിക്കുന്ന രീതിയാണ് വ്രതങ്ങൾ. ഇതിലെല്ലാം ഉപരിയായി നമുക്ക് ചുറ്റും ഒന്നുമില്ലായ്മയിൽ അല്ലെങ്കിൽ പട്ടിണിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അനുഭവിക്കുന്ന വിശപ്പ് നമ്മളും അനുഭവിച്ചറിയുക എന്നൊരു അടിസ്ഥാന തത്വവും വ്രതത്തിന്റെ ഭാഗമാണ്. ശാസ്ത്രീയമായിട്ട് പറയുവാണെങ്കിൽ വ്രതങ്ങൾ ശരീരത്തിലെ ദഹനേന്ദ്രിയങ്ങൾക്ക് വിശ്രമം നൽകുന്നുണ്ട് എന്ന് മാത്രമല്ല, പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വ്രതങ്ങൾ ഒരു പരിഹാരം തന്നെയാണ്. ഓരോ ദൈവങ്ങളെയും പ്രീതിപ്പെടുത്തുവാനും കുടുംബ ഐശ്വര്യങ്ങൾക്കുമായി ഒരുപാട് വ്രതങ്ങളുണ്ട്. അതിൽ തന്നെ ഭഗവാൻ പരമശിവനെ പ്രീതിപ്പെടുത്താനുള്ള വ്രതാനുഷ്ഠാനമാണ് സോമവാര വ്രതം അഥവാ തിങ്കളാഴ്ച വ്രതം. തിങ്കളാഴ്ച വ്രതത്തിന്റെ സവിശേഷതകളും വ്രതം അനുഷ്ഠിക്കുന്ന രീതികളുമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഉമാമഹേശ്വര പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഈ വ്രതം സോമവാര വ്രതം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അതിനുള്ള കാരണം സോമം എന്നർത്ഥം വരുന്ന ചന്ദ്രന്റെ ദശാദോഷം തീർക്കുവാൻ കൂടി വ്രതം അനുഷ്ഠിക്കുന്നു എന്നതിനാലാണ്. ഇനി ഉമാമഹേശ്വരന്മാരെ പ്രീതിപ്പെടുത്തുവാൻ ഈ വ്രതം അനുഷ്ഠിക്കുന്നതിന്റെ പ്രധാന കാരണം ഉമാദേവി ഈ വ്രതം അനുഷ്ഠിച്ചാണ് പരമശിവനെ സ്വന്തമാക്കിയത് എന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ വിശ്വാസപ്രകാരം സ്ത്രീകൾ 12 ആഴ്ച മുടങ്ങാതെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ചാൽ നല്ല ഭർത്താവിനെ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാർ അനുഷ്ഠിച്ചാൽ നല്ല ഭാര്യയെ ലഭിക്കുമെന്ന വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. തിങ്കളാഴ്ച വ്രതത്തിൽ തന്നെ ഏറ്റവും ഉത്തമമായത് എന്ന് വിശേഷിപ്പിക്കുന്നത് തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസങ്ങളിലെ വ്രതമാണ്. ആഗ്രഹസിദ്ധി പൂർത്തിയാകും എന്ന് പറയപ്പെടുന്ന ഈ ദിവസം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നതും വേഗത്തിൽ ഫലസിദ്ധി ഉണ്ടാക്കും. ഇനി വിവാഹിതരായ സ്ത്രീയോ പുരുഷനോ പ്രധാനമായും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് നല്ല ഭർത്താവിനെയോ ഭാര്യയോ ലഭിക്കാനല്ല, മറിച്ച് വൈധവ്യ യോഗം അകറ്റുവാനും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദാമ്പത്യ സുഖത്തിനും കുടുംബ ഐശ്വര്യത്തിനും സന്താന സൗഭാഗ്യത്തിനും കുടുംബത്തിന്റെയും സന്താനങ്ങളുടെയും ഭർത്താവിന്റെയും ഉന്നതിക്കും വേണ്ടിയാണ്. ഇനി ഈ തിങ്കളാഴ്ച വ്രതം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച ദിവസമല്ല എന്നതാണ് ഈ വ്രതത്തിന്റെ സവിശേഷത. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതൽ ഈ വ്രതം ആരംഭിക്കുന്നുണ്ട്. കുളിച്ച് ശുദ്ധിയായി ഞായറാഴ്ച വൈകുന്നേരം വിളക്ക് കൊളുത്തി നമശിവായ മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഞായറാഴ്ച രാത്രി ഉപവാസമെടുത്ത് തിങ്കളാഴ്ച 7:30 വെളുപ്പിന് കുളിച്ച് വിളക്ക് കൊളുത്തി നമശിവായ മന്ത്രം ഉരുവിടണം. ഈ ദിവസം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നേദ്യച്ചോർ കഴിക്കുന്നതും ഉത്തമമാണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നവർ പകൽ സമയങ്ങളിൽ ഉറങ്ങാതെ ഇരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ വൈകുന്നേരം ക്ഷേത്ര ദർശനം സാധ്യമാകുമെങ്കിൽ അതും ഉത്തമമാണ്. നമശിവായ മന്ത്രം സന്ധ്യാനേരങ്ങളിൽ ഉരുവിട്ടുകൊണ്ടിരിക്കണം. ശേഷം രാത്രിയിൽ ഭക്ഷണം ഒഴിവാക്കി ഫലവർഗ്ഗങ്ങൾ കഴിക്കുക. പിറ്റേ ദിവസം അതായത് ചൊവ്വാഴ്ച പുലർച്ചെ കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തി നമശിവായ മന്ത്രം ഉരുവിട്ടുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുക. ഏതൊരു വ്രതം തന്നെയായാലും അതിൻ്റെ ശരിയായ രീതിയിൽ അനുഷ്ഠിക്കുന്ന സമയത്താണ് ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഇത്. ഇനി അറിയാത്തവർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയ ശേഷം വ്രതം അനുഷ്ഠിക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.